ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കമ്പേഷൻ ആൻഡ് ഫ്ലെയിം എന്ന പാഠത്തിൽ കുറേ അധികം കാര്യങ്ങൾ സിലബസിൽ പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളെ നോട്ട് കാണിച്ച് സൈൻ വാങ്ങിയിട്ട് പോകണമെന്ന് പറഞ്ഞു. ആരും ടീച്ചറെ കാണിച്ച് സൈൻ വാങ്ങിയിട്ടില്ല. ഇനി ഒരു ക്ലാസ്സിലും അത് ആവർത്തിക്കരുത്. എല്ലാ സൺഡേ ക്ലാസ്സിലും അതുവരെയുള്ള സയൻസ് നോട്ട് കാണിച്ച് ഡേറ്റ് ഇട്ട സൈൻ വാങ്ങിയിട്ടേ പോകാവൂ. ഞാനല്ല ക്ലാസ്സിലുള്ളതെങ്കിൽ ക്ലാസ്സിലുള്ള ടീച്ചറോട് അത് വാങ്ങണം. ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും എന്നോട് ടീച്ചറോട് സൈൻ വാങ്ങിയിട്ടില്ല. ഇന്നലെ പേരൻസ് മീറ്റിങ്ങിൻ്റെ തിരക്കിലായി പോയതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറി പറയാതിരുന്നത്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല. ആരാണോ ക്ലാസ്സിലുള്ളത് ആ ടീച്ചറുടെ ഡേറ്റ് ഇട്ട സൈൻ വാങ്ങിയിട്ട് മാത്രമേ പോകാവൂ. ഓക്കെ, നീ ഒരിക്കലും അത് മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നമുക്ക് എന്താണ് ഫ്യൂവൽ? എന്താണ് ഫ്യൂവൽ എന്ന് പറയുന്നത്? ഫ്യൂവൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ധനം എന്ന് പറയുന്ന സാധനം എന്താണ്? കത്തുമ്പോൾ ധാരാളം താപം പുറത്തു വരുന്ന വസ്തുക്കൾ. The substances which can produce large amount of heat while burning are called as fuels. What are fuels? The substances which can produce huge amount of heat while burning. When substances are burned, light and heat also produces. Some substances cannot produce light, but all substances which can produce heat while burning are called as fuels. ഹീറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കലോറി യൂണിറ്റിലാണ് നമ്മൾ ഹീറ്റ് പറയുക. കലോറിഫിക് വാല്യൂ എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ഒരു ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്താണ്? കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ്ഡ് വെൻ 1 kilogram ഓഫ് എ ഫ്യൂവൽ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. 1 kg ഫ്യൂവൽ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് എത്ര കലോറി ഹീറ്റ് എനർജി ആണോ പുറത്തേക്ക് വിടുന്നത്, അതാണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ. വാട്ട് ഈസ് മീൻ ബൈ കലോറിഫിക് വാല്യൂ? ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് വൈൽ ബേണിംഗ് 1 kg ഓഫ് എ ഫ്യൂവൽ കംപ്ലീറ്റ്ലി. കലോറി പെർ കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ് ആയി നമ്മൾ പറയാം. കലോറി പെർ കിലോഗ്രാം. ഒരു കിലോഗ്രാമിൽ എത്ര കലോറി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂവൽ സബ്സ്റ്റൻസസിന്റെ 3 സ്റ്റേറ്റിലും ഫ്യൂവൽ ഉണ്ട്. സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽ ഉണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രൈ വുഡ്, ഡ്രൈ ലീവ്സ്, ഡ്രൈ കൗഡാങ്, ഇതൊക്കെ സോളിഡ് ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലുകളാണ്. ലിക്വിഡ് സ്റ്റേറ്റിലും ഫ്യൂവൽ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കെറസിൻ, ഡീസൽ, പെട്രോൾ, these are all liquid fuels. What about gas fuel? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ 2 എണ്ണത്തിനെ പഠിച്ചായിരുന്നു. ടെക്സ്റ്റിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന 3 എണ്ണമാണ്. LPG, LNG, CNG. ഇതാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഫ്യൂവൽ. അപ്പോൾ ഫ്യൂവൽ എന്താണ്? 3 സ്റ്റേറ്റിലുമുള്ള ഫ്യൂവലുകൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് ആയ കമ്പേഷൻ? എന്താണ് കമ്പേഷൻ? കമ്പേഷൻ ഒരു കെമിക്കൽ പ്രോസസ്സാണ്. Combustion is a chemical process. When substances are burned, heat energy is produced. We have already studied. Okay, that process is called combustion. The process of burning a fuel and gives out light, heat, and sometimes flame. This chemical process is known as combustion. All the substances which
which can produce light and heat while burning. We have already studied and said that they are fuel. Also they are called as combustible substances. Combustible substances are the substances which can produce heat while burning. All the fuels are like examples. ഇപ്പോൾ എന്താണ് കമ്പേഴ്സിബിൾ സബ്സ്റ്റൻസസ് മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് എ കെമിക്കൽ പ്രോസസ്സാണ് കമ്പേഴ്ഷൻ. അതിന് എബിലിറ്റി ഉള്ള എല്ലാ സബ്സ്റ്റൻസുകളുമാണ് കമ്പേഴ്സിബിൾ സബ്സ്റ്റൻസസ്. ഇനി ബേണിംഗ്, ഫ്യൂവല് ബേണിംഗ് നടത്തും, ബേണിംഗ് നടത്താൻ കഴിവുണ്ട് നമ്മൾ പറഞ്ഞു. എന്നാൽ എല്ലാ സാധനങ്ങളെയും ബേണിംഗ് ഒരുപോലെയല്ല. എക്സാമ്പിൾ, കാൻഡിലിൻ്റെ ബേണിംഗ്, കോളിൻ്റെ ബേണിംഗ്, ഇത് തമ്മിൽ ഒരു മെയിൻ ഡിഫറൻസ് ഉണ്ട്. കോൾ ബേൺ ചെയ്താൽ ലൈറ്റ് ഉണ്ടാവുകയില്ല, ഫ്ലെയിം ഉണ്ടാവുകയില്ല. കാൻഡിൽ ബേൺ ചെയ്താൽ ഫ്ലെയിം ഉണ്ടാകും. ഇപ്പം എല്ലാത്തരം ബേണിംഗ് ഒന്നുപോലെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രത്യേകമായി ടെക്സ്റ്റിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ബേണിംഗ് ഓഫ് കാൻഡിൽ ആൻഡ് ബേണിംഗ് ഓഫ് കോൾ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ബേണിംഗ്സ്? When coal burns, flame does not appear. But while candle burns, we can see flame. രണ്ട് സബ്സ്റ്റൻസുകളുടെ റിയാക്ഷൻ, ബേണിംഗ് റിയാക്ഷൻ. മാഗ്നീഷ്യത്തിൻ്റെ ബേണിംഗ്, മാഗ്നീഷ്യം എയർ ബേൺ ചെയ്താൽ മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും, ഹീറ്റ് ഉണ്ടാകും, ലൈറ്റ് ഉണ്ടാകും. അപ്പോൾ കാൻഡിലിൻ്റെ ബേണിംഗ് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മാഗ്നീഷ്യത്തിൻ്റെ ബേണിംഗ്. അപ്പോൾ മാഗ്നീഷ്യം ബേൺ ചെയ്താൽ എന്താ സംഭവിക്കുക? മാഗ്നീഷ്യം ഓക്സൈഡും ഹീറ്റും ലൈറ്റും ഉണ്ടാകും. ഇതാണ് മാഗ്നീഷ്യത്തിൻ്റെ ബേണിംഗ്. ഇപ്പോൾ 3 തരം ബേണിങ്ങുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ നോട്ടിൽ എഴുതി ഇന്ന് തന്നെ പഠിക്കണം. നോട്ട് ഇപ്പോൾ ഞാൻ വിട്ടുതരാം. അന്നത്തെ നോട്ട് അന്നന്ന് എഴുതാനും പഠിക്കാനും ആലോചിക്കണം. ഇനി അടുത്ത ആഴ്ച തൊട്ടുള്ള പരീക്ഷയിൽ ഇംഗ്ലീഷ് കൂടി വരും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് സയൻസും കണക്കും മാത്രമാണ്. അടുത്ത ഞായറാഴ്ചത്തെ പരീക്ഷയിൽ 10 ചോദ്യം ഇംഗ്ലീഷിൽ നിന്നും കൂടി ഉണ്ടാവും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ചെയ്യുകയാണ്. താങ്ക് യു.